மாநிலத்தில் 100க்கும் மேற்பட்ட தொகுதிகளில் வெற்றி பெற்று UDF அதிகாரத்தில் வரும் என்று இடுக்கி MP டீன் குரியாக்கோஸ் கூறினார். ഇടുക്കി മാവട്ടത്തിൽ 5 തൊகுതികളിലും UDF വെറ്റി പെറും എന്ന് MP കൂറിനാർ. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വലിയ ഒരു തേരോട്ടത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എന്ന് തെളിയിക്കപ്പെടും. മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷവുമായി UDF കേരളത്തിൽ അധികാരത്തിലേക്ക് നടന്നെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നാട്ടിലെ സകലമാന ജനവിഭാഗങ്ങളുടെയും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്, നിലവിലുള്ള ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രതിഷേധം നാടിൻ്റെ സമസ്ത മേഖലയിലും അലയടിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ആ നിലയിലാണ് വർദ്ധിതമായ വോട്ടിംഗ് ശതമാനം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത വിധത്തിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിലെ വർധനവ് UDFനെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഇടുക്കി ജില്ലയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. 5 സീറ്റിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥിമാർ വിജയിച്ചു എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ സമാനതകളില്ലാത്ത വിധം ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ UDFന് മേൽക്കൈ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇത് അവകാശവാദമല്ല, അതിനപ്പുറത്ത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കപ്പെടും. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത്. ഞങ്ങളുടെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥിമാർ ഒന്നൊന്നിന് മെച്ചമായ നിലയിലാണ് ഓരോ നിയോജക മണ്ഡലത്തിലും പെർഫോം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെയാണ് അവർ അഭിമുഖീകരിച്ചത്, UDF അഭിമുഖീകരിച്ചത്. UDF അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാകുമെന്ന് വളരെ കൃത്യതയോടുകൂടി ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ജില്ലയിൽ സന്ദർശനം നടത്തി. ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി ഇടുക്കി ജില്ലയിൽ വന്നു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ഇടുക്കിയിൽ സന്ദർശനം നടത്തി. എന്ന് വേണ്ട ദേശീയ സംസ്ഥാന നേതാക്കന്മാർ എല്ലാവരും തന്നെ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഈ ജില്ലയിലെ ജനങ്ങൾ ഇരു കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനുണ്ടായിട്ടുള്ളത്. ഈ ജില്ലയിലെ പ്രാദേശിക വിഷയങ്ങൾക്കാണ് ഞങ്ങൾ മുൻഗണന കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിലെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിലാണ് UDF ഗവൺമെന്റിനെ വരവേൽക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല.